ട്രഷറർ സ്ഥാനത്തേക്ക് ഉണ്ണി ശിവപാൽ പരാജയപ്പെടുത്തിയത് അനൂപ് ചന്ദ്രനെയാണ്. അതെ അതെ, അത് അവർ നന്നായിട്ട് നയിക്കുമെന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. രണ്ടുപേരും നല്ല കഴിവുള്ളവരാണ്. ശ്വേതാ മേനോനാണെങ്കിലും കുക്കു പരമേശ്വരനാണെങ്കിലും എല്ലാവർക്കും നല്ല കഴിവുള്ള ആ പരാതി ഞാൻ മുന്നിട്ട് സൈബർ സെല്ലിൽ പറ്റില്ല എന്നാണ് പറയുന്നത്. അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ഇപ്പോഴത്തെ വലിയൊരു മുഖ്യം തന്നെയാണ്. ഞാൻ പറയുന്നത് ശരിയല്ല. അല്ല, ജയൻ ശരത്തിൽ അങ്ങനെ ഒരു കുറ്റം ചെയ്യില്ല എന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. ജയൻ ശരത്തിൽ ചെയ്തിട്ടില്ല. ഇത് എവിടെയോ ലീക്ക് ചെയ്ത് പോയി. ഇതിനകത്ത് കളിക്കുന്ന പലരും ഉണ്ട്, വലിയ കളിക്കാരുണ്ട്. അവർക്ക് അവരുടെ ആൾക്കാരെ വെച്ച് തന്നെ ഈ സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകണം. എന്നാലും അവരുടെ ചില അകത്തേക്ക് പോകാമെന്ന് കരുതുന്നു. എന്തായാലും അങ്ങനെ മലയാള താരസംഘടനയുടെ 31 വർഷം നീളുന്ന ചരിത്രത്തിൽ ആദ്യമായി സംഘടനയുടെ തലപ്പത്തേക്ക് 2 വനിതകൾ എത്തുന്നു. ശ്വേതാ മേനോനും കുക്കു പരമേശ്വരനും 1994 മുതൽ 97 വരെ, MG സോമനും 97 മുതൽ 2000 വരെ, നടൻ മധുവും 2000 മുതൽ 6 തവണയായി നടൻ ഇന്നസെന്റ് ആണ് നയിച്ചുകൊണ്ടിരുന്ന സംഘടന. ഏറ്റവും കൂടുതൽ കാലം സംഘടനയുടെ പ്രസിഡന്റ് ആയിരുന്നതും ഇന്നസെന്റ് ആണ്. 2015 വരെ നടൻ ഇന്നസെന്റ് ആയിരുന്നു സംഘടനയുടെ പ്രസിഡന്റ്. അമ്മയുടെ പ്രസിഡന്റായി 2018 മോഹൻലാൽ എത്തുന്നത്. 2018 മുതൽ 21 വരെയും 21 മുതൽ 24 വരെയും 24 മുതൽ മോഹൻലാലിനെ പിന്നീടും തെരഞ്ഞെടുത്തെങ്കിലും മോഹൻലാൽ പിന്നീട് ഈ സംഘടനയുമായി ബന്ധപ്പെട്ട ചില ആരോപണങ്ങളുടെ പേരിൽ സ്ഥാനത്തു നിന്ന് മാറി നിൽക്കുകയായിരുന്നു. അതിനുശേഷമുള്ള തെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ നടന്നത്. ഒരു അഡ്ഹോക് കമ്മിറ്റിയായിരുന്നു. അഡ്ഹോക് കമ്മിറ്റിക്ക് ശേഷം നടന്ന തെരഞ്ഞെടുപ്പാണ്. അവിടെയാണ് ആദ്യമായി ശ്വേതാ മേനോൻ, ഒരു വനിത, മലയാള സിനിമാ അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയുടെ തലപ്പത്തേക്ക് എത്തുന്നത്. ശ്വേതാ മേനോൻ ഈ സംഘടനയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തുന്നു. ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്കും ആദ്യമായിട്ടാണ് ഒരു വനിത എത്തുന്നത്. കുക്കു പരമേശ്വരനാണ് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് എത്തുന്ന വനിത. ഈ സംഘടനയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തും വനിതകൾ നേരത്തെ ഒന്നും എത്തിയിരുന്നില്ല. പ്രധാനപ്പെട്ട നടന്മാരൊക്കെ തന്നെയായിരുന്നു ഈ സ്ഥാനങ്ങളൊക്കെ നേരത്തെയും വഹിച്ചുകൊണ്ടിരുന്ന. പുരുഷന്മാരായ നടന്മാരാണ് ഇടവേള ബാബുവും സിദ്ദിഖും അടക്കമുള്ളവരാണ് ഈ സംഘടനയുടെ ജനറൽ സെക്രട്ടറിമാരായിരുന്നത്. മമ്മൂട്ടി സംഘടനയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുണ്ട്. മോഹൻലാൽ സംഘടനയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇടവേള ബാബുവായിട്ടുണ്ട്, സിദ്ദിഖ് ആയിട്ടുണ്ട്. പക്ഷേ അപ്പോഴൊന്നും ഒരു വനിത സെക്രട്ടറി സ്ഥാനത്തേക്കോ പ്രസിഡന്റ് സ്ഥാനത്തേക്കോ ഒരിക്കൽ പോലും വന്നിരുന്നില്ല. എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്കൊക്കെയാണ് വനിതകൾ വന്നുകൊണ്ടിരുന്നത്. എന്തായാലും ഇപ്പോൾ സംഘടനയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്കും ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്കും 2 വനിതകൾ എത്തിയിരിക്കുന്നു. ശ്വേതാ മേനോനും കുക്കു പരമേശ്വരനുമാണ് എത്തിയിരിക്കുന്നത്. ട്രഷറർ സ്ഥാനത്തേക്ക് അതോടൊപ്പം തന്നെ ഉണ്ണി ശിവപാലാണ് വിജയിച്ചിരിക്കുന്നത്. അനൂപ് ചന്ദ്രനെ പരാജയപ്പെടുത്തിയാണ് ഉണ്ണി ശിവപാൽ വിജയിച്ചിരിക്കുന്നത്. അങ്ങനെ സുപ്രധാനമായ 3 പദവികളിലേക്ക്, പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ദീർഘകാലമായി നന്നേ ചെറുപ്പത്തിൽ തന്നെ മലയാള സിനിമയിലേക്ക് എത്തുകയും മലയാള സിനിമയിലും മറ്റ് ഭാഷാ സിനിമകളിലുമൊക്കെ നിരവധി വേഷങ്ങൾ കൈകാര്യം ചെയ്തിട്ടുള്ള മലയാളത്തിൽ തന്നെ പ്രശസ്തയായ നടി ശ്വേതാ മേനോനാണ് അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നത്. ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നത്. വളരെ ദീർഘകാലമായി മലയാള സിനിമയിലെ, പ്രത്യേകിച്ച് മലയാളത്തിലെ കാമ്പുള്ള സിനിമകളിലെ ഒക്കെ പ്രധാനപ്പെട്ട വേഷങ്ങൾ പലതവണ അഭിനയിച്ചിട്ടുള്ള, അന്താരാഷ്ട്ര തലത്തിലടക്കം പുരസ്കാരങ്ങളൊക്കെ നേടിയിട്ടുള്ള കുക്കു പരമേശ്വരനാണ് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നത്.